الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير صدق الله العظيم ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. ഹസ്രത്ത് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട ഖുർആനിക പാഠങ്ങളുടെ പഠന പശ്ചാത്തലത്തിൽ ജിന്നുകളുടെ സേവനത്തിനായി നിയോഗിച്ചു കൊടുക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ ദിവ്യമായ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള വിശദീകരണത്തിൽ സാന്ദർഭികമായി ജിന്നിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പ്രാമാണികമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പാഠങ്ങളാണ് കഴിഞ്ഞ 2 ആഴ്ചകളിൽ നാം ശ്രമിച്ചത്. അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെ പോലെ തന്നെ സ്വതന്ത്ര അസ്തിത്വമുള്ള ഒരു വിഭാഗം ഉമ്മത്ത്, ഒരു ജനവിഭാഗമാണ് ജിന്നുകളെന്നും മനുഷ്യനെ പോലെ തന്നെ അവർക്ക് വിവേചനാധികാരമുണ്ടെന്നും അല്ലാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കാൻ അവരോട് നാഥൻ കൽപ്പിച്ചിട്ടുണ്ട് എന്നും അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം ഈ എബിലുവക്കും അയ്യക്കും അഹ്സനു അമല, നാഥന്റെ കൽപ്പനാനുസാരം നിങ്ങളിൽ ആർ ഏറ്റവും നന്നായി കർമ്മം ചെയ്യും എന്ന് ഉള്ള പരീക്ഷണമാണ് എന്നും ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു വസ്തുത നാം മനസ്സിലാക്കി. രണ്ടാമത്തെ ഒരു വസ്തുത, ആഗ്നേയ ഘടകങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട ജിന്നുവർഗത്തെ മൺഘടകങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് കാണാൻ സാധ്യമല്ല എന്നും, എന്നാൽ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ജിന്ന് വിഭാഗത്തിന് മനുഷ്യരെ കാണാനും കേൾക്കാനും കഴിയുമെന്നും, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാന്നിധ്യം, അവർ എങ്ങനെ ജീവിക്കുന്നു, എവിടെ നിൽക്കുന്നു, എതിരെ വരുന്നു പോകുന്നു എന്നൊന്നും മനുഷ്യനെ അറിയാനേ കഴിയില്ല എന്നുള്ള കൃത്യമായ വസ്തുത വിശുദ്ധ ഖുർആന്റെ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കി. മൂന്നാമത് ഒരു വസ്തുത, മനുഷ്യ
സമൂഹത്തിലേക്ക് കടന്നു വരുന്ന പ്രവാചകന്മാരിൽ നിന്ന് തന്നെ ജിന്ന് വർഗങ്ങളും ഇസ്ലാം ഹിദായത്ത് സ്വീകരിക്കാറുണ്ട് എന്നും കാലാകാലങ്ങളിലായി കടന്നു വന്ന പ്രവാചകന്മാരുടെ ഉത്ബോധനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നന്മയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു നേർരേഖയിൽ നിലകൊള്ളുന്ന ജിന്നുകൾ ആ വിഭാഗത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നും മനുഷ്യർക്കിടയിലുള്ളതുപോലെ തന്നെ ബഹുദൈവ ആരാധകരായിട്ടുള്ള നിർമ്മതവാദികളായിട്ടുള്ള പരലോക നിഷേധികളായിട്ടുള്ള അള്ളാഹുവിന് പുത്രനുണ്ട് എന്ന് വിശ്വസിക്കുന്ന അത്തരത്തിലുള്ള വിശ്വാസ ക്രമങ്ങളൊക്കെ മുറുകെ പിടിക്കുന്നവരും അക്കൂട്ടരിൽ ഉണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ ഖുർആൻ പാരായണം കേട്ടു ഒരു വിഭാഗം ജിന്നുകൾ ഇസ്ലാം സ്വീകരിക്കുകയും അവർക്കിടയിൽ ദാഴികളായി ഇസ്ലാമിന്റെ പ്രബോധകരായി പ്രവർത്തിക്കുകയും ചെയ്ത കാര്യം പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ കണ്ടില്ല. അവർ ഖുർആൻ ശ്രവിക്കുന്നത് റസൂലുള്ളാഹിക്ക് അറിയുമായിരുന്നില്ല. പക്ഷെ ഇങ്ങനെ സംഭവിച്ചു എന്ന വിവരം അല്ലാഹു വഹിയായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുത്തതായും വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയും വസ്തുതകളാണ് സവിശേഷമായ അല്ലാഹുവിന്റെ ഈ സൃഷ്ടി വർഗവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കിയ കാര്യങ്ങൾ. അതിന്റെ തുടർച്ചയിൽ വിശുദ്ധ ഖുർആനിന്റെ പ്രമാണത്തിലൂടെ ഏതാനും കാര്യങ്ങൾ കൂടി അവരെ കുറിച്ച് അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. അതിലൊരു വസ്തുത, അള്ളാഹുവിനെ അനുസരിക്കുന്നവരും അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരുമായ രണ്ട് വിഭാഗം ആ വർഗത്തിലുണ്ട് എന്നാണ്. ന്യായമായും മനുഷ്യരിലേക്ക് കടന്നു വരുന്ന പ്രവാചകന്മാരിലൂടെ സത്യസന്ദേശം ലഭ്യമായാൽ ആ സത്യസന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ശരിയായ പാത സ്വീകരിച്ച മുസ്ലിമീങ്ങൾ, സ്വാലിഹീങ്ങൾ, അങ്ങനെ ഒരു വിഭാഗം ഉണ്ടാവാം, ഉണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ന്യായമായും അതിനപ്പുറത്ത് അത് ധിക്കരിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ഒരു കൂട്ടരും ഉണ്ടാവാം, അതും ഉണ്ടെന്ന് തന്നെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. സൂറ അൽ ജിന്നിലെ 11-ാമത് സൂക്തം, വഅന്നാ മിന്നസ് സ്വാലിഹൂൻ, നമ്മുടെ കൂട്ടത്തിൽ നിശ്ചയം സദ്വൃത്തരായ സജ്ജനങ്ങളായ ആളുകളുണ്ട്. ജിന്നുകൾ അവരെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ഭാഗമാണ്. വമിന്നാ ദൂന ദാലിക്, അങ്ങനെ അല്ലാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. കുന്നാ ത്വറാഇക ഖിദദ, നാം വിവിധ മാർഗങ്ങളിൽ ചിതറിപ്പോയിരിക്കുന്നു, വഴിതെറ്റിപ്പോയിരിക്കുന്നു പലരും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വിശുദ്ധ ഖുർആൻ കേട്ട് ഇസ്ലാം സ്വീകരിച്ച് അവരുടെ ലോകത്ത് ചെന്ന് അവരിൽ ഈ സന്ദേശം പ്രചരിപ്പിക്കുന്ന ജിന്നുകൾ അവരുടെ അവസ്ഥയെ വിശകലനം ചെയ്തുകൊണ്ട് പറയുന്ന ഭാഗമാണ് സൂറ അൽ ജിന്നിലെ ഈ ഭാഗം. നമ്മുടെ കൂട്ടത്തിൽ സ്വാലിഹീങ്ങളുണ്ട്, അതല്ലാത്ത ആളുകളുണ്ട്. വിവിധ വഴിയിൽ ചിതറിപ്പോയ, വഴിതെറ്റിപ്പോയ ആളുകളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. ഇതേ അധ്യായത്തിൽ 14-ാം സൂക്തം, വഅന്നാ മിന്നൽ മുസ്ലിമൂൻ, നിശ്ചയം നമ്മുടെ കൂട്ടത്തിൽ മുസ്ലിമീങ്ങളുണ്ട്. വമിന്നൽ ഖാസിദൂൻ, സത്യത്തിൽ നിന്ന് വ്യതിചരിച്ച ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഫമൻ അസ്ലമ ഫഉലൈക തഹറൗ റഷദ, ആർ ഈ മാർഗം സ്വീകരിച്ച് മുസ്ലിമീങ്ങളാകുന്നുവോ അവർ വിജയ വീതി പ്രാപിച്ചിരിക്കുന്നു. വഅമ്മൽ ഖാസിദൂന ഫകാനൂ ലിജഹന്നമ ഹതബ, എന്നാൽ സത്യത്തിൽ നിന്ന് വ്യതിചരിച്ചു പോയവർ നരകത്തിലെ വിറകായിട്ട് മാറുകയും ചെയ്യുമെന്ന് ഈ ജിന്നുകൾ തന്നെ അവരുടെ ലോകത്ത് അവരുടെ ആളുകളെ മുന്നറിയിപ്പ് കൊടുത്തതായി സൂറ അൽ ജിന്ന് 14-ാം സൂക്തത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ന്യായമായും ഈ ആദർശത്തിന്റെ അടിത്തറയിൽ ആ വഴിത്താരയെ പിന്തുടരുന്ന മുസ്ലിമീങ്ങളായ സ്വാലിഹീങ്ങളായ ഒരു വിഭാഗം, അതിന് വ്യതിചരിച്ചു പോയ വിവിധ വഴികൾ സ്വീകരിച്ച കാസിദ്ദീൻ, വ്യതിചരിച്ചു പോയ മറ്റൊരു വിഭാഗം, ഇങ്ങനെ രണ്ട് വിഭാഗമായിട്ടാണ് അവരും ഉള്ളത്. മനുഷ്യകുലത്തിന്റെ അവസ്ഥക്ക് സമാനം തന്നെയാണ് ഈ വിഷയകമായി അവരുടെ അവസ്ഥ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ സവിശേഷമായ ഒരു അറിവ്, അവർക്ക് ചില പ്രത്യേക കഴിവുകൾ അല്ലാഹു കൊടുത്തിട്ടുണ്ട് എന്നാണ്. സവിശേഷമായ ചില കഴിവുകൾ അവർക്കുണ്ട്. ആ കഴിവുകൾ ഉണ്ടെന്ന് ഖുർആൻ തന്നെ നമ്മോട് പറയുന്നു. വിശുദ്ധ ഖുർആൻ സൂറ അൻ-നംലിൽ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സദസ്സിലെ ഇഫ്രീത്ത് എന്ന് പറയുന്ന ജിന്ന് വർഗത്തിനെ ബലിഷ്ഠകായൻ എന്നാണ് അത് നൽകിയിരിക്കുന്ന മുഫസ്സിരീങ്ങളുടെ ഒരു വ്യാഖ്യാനം. മറ്റൊരു വ്യാഖ്യാനം, ജിന്ന് വർഗത്തിൽപ്പെട്ട ഒരാളാണ് ഇഫ്രീത്ത് മിനൽ ജിൻ, ഇഫ്രീത്ത് എന്ന ജിന്ന് എന്നും ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നു. എന്തായിരുന്നാലും ശരി, ആ ജിന്ന് പറയുന്നത് ഈ ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം
നിങ്ങൾ ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേൽക്കുമ്പോൾ ഞാൻ ഇവിടെ എത്തിക്കാമെന്നാണ്. അത് ജിന്നിന്റെ സവിശേഷമായ ഒരു കഴിവാണ്. ചലന വേഗത അവർക്ക് അല്ലാഹു നൽകിയ സവിശേഷമായ ഒരു കഴിവാണ്. അതുപോലെ തന്നെ കായബലം, ചില നിർമ്മാണ പ്രവർത്തനങ്ങളിലെ ചാതുര്യം, അത് വിശുദ്ധ ഖുർആൻ തന്നെ വിശദീകരിക്കുന്നുണ്ട്. സുലൈമാൻ അലൈഹിസ്സലാമുക്ക് ഇവരെ വിധേയപ്പെടുത്തി കൊടുത്തത് മുഖേന ഇരുന്നിടത്തുനിന്ന് അനക്കാൻ കഴിയാത്ത വലിയ കുടങ്ങൾ, തടാകം പോലെ വലിപ്പമുള്ള ഉരുളികൾ, അതുപോലെ വലിയ തമാസീൽ പ്രതിമകൾ, വലിയ കൊട്ടാരങ്ങളൊക്കെ ഇവരെ കൊണ്ട് നിർമ്മിപ്പിച്ചിരുന്നു എന്നും കടലിൽ മുങ്ങി മുത്തുകളും പവിഴങ്ങളും അവരെ കൊണ്ട് വാരിയടിപ്പിച്ചിരുന്നു എന്നുമൊക്കെ വിശുദ്ധ ഖുർആൻ തന്നെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യന് സാധാരണഗതിയിൽ അവന്റെ ശാരീരിക ശേഷിക്കും ബുദ്ധിപരമായ കഴിവിനും വിധേയമാവാത്ത അതിനപ്പുറത്തുള്ള ചില സവിശേഷമായ കഴിവുകൾ അള്ളാഹു ഈ വിഭാഗത്തിന് നൽകിയിട്ടുണ്ട്. സുലൈമാൻ അലൈഹിസ്സലാമിന്റെ സദസ്സിൽ ഇരുന്നു കൊണ്ട് ജിന്ന് വർഗത്തിൽപ്പെട്ട ഈ ഇഫ്രീത്ത് പറഞ്ഞു, അന ആതീക ബിഹി, ഞാൻ ആ സിംഹാസനം അങ്ങേക്ക് കൊണ്ടുവന്നു തരാം. ഖബല അൻ തഖൂമ മിൻ മഖാമിക്, ഖബല അൻ തഖൂമ മിൻ മഖാമിക്, അങ്ങ് ഇരിക്കുന്ന ഈ സ്ഥാനത്ത് നിന്ന് എഴുന്നേൽക്കും മുമ്പ്. വഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ, അതിന് മാത്രം ഈയുള്ളവൻ കവിയാണ്, ശക്തനാണ്, എനിക്കതിന് കഴിയും, ഈ പണിയിൽ ഞാൻ വിശ്വസ്തനുമാണ് എന്ന് ഇഫ്രീത്ത് പറഞ്ഞതായിട്ട് ഖുർആൻ സൂറ അൻ-നംൽ 29 ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചില സവിശേഷമായ കഴിവുകൾ അവർക്കുണ്ട്. എന്നാൽ ഈ കഴിവുകൾ അവർക്കുണ്ടെങ്കിലും ജിന്നുകളെക്കാൾ കഴിവുള്ളവർ മനുഷ്യന്മാർ തന്നെയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ നമുക്ക് ബോധ്യമാവുന്നത്. ഈ സംഭവത്തിൽ തന്നെ ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം അവിടെ കൊണ്ടുവരുന്നത് ഈ ജിന്നല്ല, മറിച്ച് അതൊരു മനുഷ്യനാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഇതേ അധ്യായത്തിലെ 40-ാമത് സൂക്തം സൂറ അൻ-നംൽ, ഖാലല്ലദീ ഇൻദഹു ഇൽമു മിനൽ കിതാബ്, ഗ്രന്ഥത്തിൽ നിന്ന് ജ്ഞാനമുള്ള ആ കൂട്ടത്തിലെ ഒരാൾ അദ്ദേഹം പറഞ്ഞു, അന ആതീക ബിഹി, ആ സിംഹാസനം ഞാൻ അങ്ങേക്ക് കൊണ്ടുവന്ന് തരാം. ഖബല അൻ യർതദ്ദ ഇലൈക തർഫുക്, അങ്ങ് കണ്ണിമ ചിമ്മി തുറക്കും മുമ്പ്, അങ്ങ് കൺവെട്ടി തുറക്കും മുമ്പ്, അങ്ങയുടെ കണ്ണിന്റെ ഇമ ചിമ്മി തുറക്കും മുമ്പ് ഞാൻ അതിവിടെ എത്തിച്ചു തരാം. അങ്ങനെ അദ്ദേഹം അത് എത്തിക്കുകയും ചെയ്തു. അപ്പോഴാണ് സുലൈമാൻ അലൈഹിസ്സലാം ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ നാഥൻ എനിക്ക് നൽകിയ ഔദാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ കടപ്പെട്ട കടപ്പാടിനെ പ്രഖ്യാപിക്കുന്ന ആ വർത്തമാനം പ്രതികരണം ഉണ്ടാകുന്നത്. അപ്പോൾ ജിന്നിന് ഇങ്ങനെ ചലന വേഗതയിൽ സവിശേഷമായ കഴിവുണ്ടായിട്ടുണ്ട്. ആ സിംഹാസനം ഈ രാജസന്നിധിയിൽ ഹാജരാക്കിയത് ജിന്നായിരുന്നില്ല, മറിച്ചൊരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യന്റെ പ്രത്യേകത ഇൽമു മിനൽ കിതാബ്, അദ്ദേഹത്തിന് സവിശേഷമായ വിജ്ഞാനം ഉണ്ടായിരുന്നു എന്നാണ്. മനുഷ്യൻ ആകാര പ്രകൃതത്തിലോ കായ ബലത്തിലോ മറ്റു കഴിവിലോ ഒക്കെ ജിന്നിനേക്കാൾ ചെറിയവനാണെങ്കിലും വൈജ്ഞാനികമായ ബലത്തിൽ മനുഷ്യന് ഉയരാനും വളരാനും കഴിയുമെന്നത് സവിശേഷമായ ഒന്നാണ്. അതാണ് മനുഷ്യന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ചലനവേഗത ഉൾപ്പെടെ കായബലത്തിൽ അതികായരായിട്ടുള്ള സവിശേഷമായ കഴിവുകളും നിർമ്മാണ ചാതുരിയുമൊക്കെയുള്ള ജിന്നുകൾ ഉണ്ടായിട്ടും ഈ ഭൂമിയുടെ പ്രാതിനിധ്യം അള്ളാഹു മനുഷ്യനെ ഏൽപ്പിച്ചു. ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ സൃഷ്ടിച്ചു, ഈ ഭൂമുഖത്തേക്ക് നിയോഗിച്ചയക്കുമ്പോൾ ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, ഭൂമിയിൽ ഞാൻ ഒരു ഖലീഫയെ, ഒരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോകുന്നു എന്നാണ് പ്രഖ്യാപിച്ചത്. ഭൂമിയിലെ പ്രാതിനിധ്യം മനുഷ്യനെയാണ് ഏൽപ്പിച്ചത്. ആ പ്രഖ്യാപനം ദഹിക്കാതെ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ പോയ മലക്കുകളുടെ മുമ്പിൽ വിജ്ഞാനത്തിന്റെ ബലത്തിൽ ആദമിന്റെ സവിശേഷമായ കഴിവിനെ, അലൈഹിസ്സലാമയുടെ കഴിവിനെ തെളിയിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് സുജൂദ് ചെയ്യാൻ മാലാഖമാരോട് അല്ലാഹു കൽപ്പിച്ചു. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, എല്ലാ അറിവും അക്കാലഘട്ടത്തിൽ മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള സകല വിജ്ഞാനങ്ങളും ആദം അലൈഹിസ്സലാമയെ പഠിപ്പിച്ചു. എന്നിട്ട് ആദം അലൈഹിസ്സലാമയെ അല്ലാഹു പഠിപ്പിച്ച ജ്ഞാനത്തിൽ നിന്ന് ചിലതിനെ ഈ മാലാഖമാർക്ക്, മലായികത്തുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ചില വസ്തുക്കളെ പ്രദർശിപ്പിച്ച് അതിന്റെ പേരുകൾ പറയാൻ അവരോട് ആവശ്യപ്പെട്ടു. അവർക്കത് അറിയുമായിരുന്നില്ല. ഇല്ലാമാ അല്ലംതന, നീ പഠിപ്പിച്ചതല്ലാത്ത ഒന്നും ഞങ്ങൾക്കറിയില്ല, അവർ സമ്മതിച്ചു. ആദം അലൈഹിസ്സലാം ഇതിന്റെ എല്ലാം പേരുകൾ പറഞ്ഞു കൊടുത്തപ്പോൾ വിജ്ഞാനത്തിന്റെ ബലത്തിൽ മനുഷ്യന്റെ ഉയർച്ചയും വളർച്ചയും
അവന് ഇനിയും എത്തിപ്പെടാവുന്ന വിശാലമായ മേഖലകളും അവർ നൽകുന്ന ഔന്നിത്യം, ഉയർച്ച അംഗീകരിക്കപ്പെട്ട ഒരു പശ്ചാത്തലത്തിലാണ് ആദം, നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യണമെന്ന് അല്ലാഹു കൽപ്പിച്ചു. ഫസജദു, അവരെല്ലാവരും ഒരുപോലെ സുജൂദിൽ വീണു എന്നാണ്. അപ്പോൾ വിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന് ഈ ജിന്നുകളെക്കാൾ വളരാനും ഉയരാനും കഴിയുമെന്നും ചില സവിശേഷമായ കഴിവുകൾ അവർക്കുണ്ടെങ്കിലും മനുഷ്യൻ തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ സന്ദർഭം, ഈ സിംഹാസനം തന്റെ രാജ സന്നിധിയിൽ എത്തിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആനിൽ തന്നെ പഠിപ്പിക്കുന്ന ഈ പാഠം സഹായകരമാകുന്നുണ്ട് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. ഇവിടെ കണ്ണിമ വെട്ടു മുമ്പ് വേദത്തിൽ നിന്ന് വിജ്ഞാനമുള്ള ഒരാൾ, ആദ്യത്തെ പേര് പറയുന്നില്ല, അദ്ദേഹം അതിവിടെ എത്തിച്ചു എന്നാണ്. എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത് എന്നതിനെ കുറിച്ച് ഇത്ര വരെ നിരീക്ഷിച്ച മഹാന്മാരായ ഗവേഷണ പണ്ഡിതന്മാരും. ഇന്ന് ഇൻഫർമേഷൻ വളരെ വേഗത്തിൽ നടക്കുന്ന ഒരു കാലമാണ്. ഒരു സന്ദേശം ഇവിടെ നിന്ന് അങ്ങകലെ വിദൂര ദിക്കിലേക്ക് എത്തിക്കാൻ നമുക്ക് സെക്കൻഡിന്റെ ഏതാനും അംശങ്ങൾ മതിയാവാം. അപ്പൊ വിവരങ്ങളെ ഇങ്ങനെ വേഗത്തിൽ സഞ്ചരിപ്പിക്കാൻ, വിവരങ്ങളെ വേഗത്തിൽ പ്രസരിപ്പിക്കാൻ, വിവരങ്ങളെ വേഗത്തിൽ എത്തേണ്ടിടത്ത് എത്തിക്കാൻ ഇന്ന് പുതിയ കാലഘട്ടത്തിലെ ടെക്നോളജിക്ക് സാധിക്കുന്നു എങ്കിൽ മൂർത്തമായ വസ്തുക്കളെയും ഇതുപോലെ നൊടിയിട കൊണ്ട് സെക്കൻഡിന്റെ നിമിഷങ്ങൾ കൊണ്ട് എത്തിക്കാൻ കഴിയുക എന്ന സവിശേഷമായ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന് നിരീക്ഷിച്ച ഗവേഷകന്മാർ. ഒരുവേള നമുക്കത് ഉൾക്കൊള്ളാൻ ഇത്തിരി പ്രയാസമായിരിക്കാം. പക്ഷെ ആ പഠനത്തിന്റെ സാധ്യതയെ പുതിയ കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ അടിവരയിടുന്നുണ്ട്. നമുക്കുമ്പ് കഴിഞ്ഞു പോയ സമൂഹത്തിലും വലിയ കഴിവുള്ളവരുണ്ടായിരുന്നു. ആദ്യ സമൂഹ ഗോത്രങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു പർവ്വതത്തെ അപ്പടി നിർത്തിയിട്ട് അതിൻ്റെ അകത്ത് സകല വിശാലതയോടും കൂടി സൗകര്യത്തോടും കൂടി ഒരു കോട്ട പണിയാൻ ഇവിടെ ഇരുന്നു കൊണ്ട് പ്ലാൻ ചെയ്ത് റൂമുകൾ തിരിച്ചും നല്ല ഡ്രെയിനേജ് സിസ്റ്റം സംവിധാനിച്ചും വെള്ളത്തിന്റെയും അതുപോലെ തന്നെ വായുവിന്റെയും അതുപോലെ തന്നെ വെളിച്ചത്തിന്റെയും പ്രവാഹം അതിനകത്തേക്ക് സാധ്യമാക്കുന്ന വിധം പ്ലാൻ ചെയ്യാൻ, ആസൂത്രണം ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. എങ്കിൽ നമ്മേക്കാൾ കഴിവുള്ളവർ ജീവിച്ചിരുന്ന കാലമുണ്ട് എന്ന യാഥാർത്ഥ്യം വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോൾ വസ്തുക്കളെ ഇങ്ങനെ സഞ്ചരിപ്പിക്കാൻ, വിവരങ്ങളെ സഞ്ചരിപ്പിക്കാൻ കഴിയുന്ന വേഗതയിൽ വസ്തുക്കളെ സഞ്ചരിപ്പിക്കാൻ കഴിയും. അങ്ങനെ കഴിവുള്ള ഒരാളായിരുന്നു ഇദ്ദേഹം എന്നും നിരീക്ഷിച്ച പണ്ഡിതന്മാരും. വേറെ ചില ആളുകൾ ഇദ്ദേഹം ഒരു ഔലിയാവായിരുന്നു, കറാമത്തായിരുന്നു എന്നും വിശദീകരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് തുടർച്ചയിൽ നമുക്ക് പഠിക്കാം. എന്തായിരുന്നാലും മനുഷ്യന് തന്നെയാണ് ആ രംഗത്ത് അംഗീകാരം കിട്ടിയത്. ജിന്നുകൾക്ക് ഇങ്ങനെ ചില സവിശേഷമായ അറിവുകൾ ഉണ്ടായിരുന്നു എങ്കിലും ആ അറിവിനപ്പുറത്ത് അല്ലാഹു അംഗീകരിച്ച് ഭൂമിയിൽ ഖിലാഫത്ത് പ്രാതിനിധ്യം നൽകിയതും പടിപടിയായ വളർച്ചയും ഉയർച്ചയും ആ വളർച്ചയിൽ വൈജ്ഞാനിക മേഖലയിലെ പഠന ഗവേഷണ നിരീക്ഷണ മനനത്തിലൂടെ കാലത്തിനനുസൃതമായി മുന്നേറാനുള്ള കഴിവും സവിശേഷമായി മനുഷ്യന് അല്ലാഹു നൽകിയിട്ടുണ്ട് എന്നും വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചില സവിശേഷമായ കഴിവുകൾ ജിന്നുകൾക്ക് ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ കാലാകാലങ്ങളായി കുറെ തെറ്റിദ്ധാരണകളും അന്ധവിശ്വാസങ്ങളും മനുഷ്യരിൽ നിലനിൽക്കുന്നുണ്ട് എന്നും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അവർക്ക് ചില കഴിവുകളുണ്ട്, അവർ ഇങ്ങനത്തെ ഒരു വിഭാഗമാണ്, അവരുടെ പ്രത്യേകത ഇതൊക്കെയാണ്, അവർ ഇങ്ങനെയൊക്കെയാണ് ഇസ്ലാമിനെ കണ്ടെത്താറ്, അവർ ഇന്ന ഇനങ്ങളൊക്കെ ഉണ്ട് എന്നെല്ലാം പഠിപ്പിച്ച ശേഷം വിശുദ്ധ ഖുർആൻ പിന്നീട് പ്രാമാണികമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വശം ഇങ്ങനെ ചില സവിശേഷ കഴിവുകൾ അവർക്ക് ഉണ്ട് എന്നതുകൊണ്ട് കാലാകാലങ്ങളിലായി മനുഷ്യർ ചില അന്ധവിശ്വാസങ്ങൾ പോവാറുണ്ട്, ചില തെറ്റായ ധാരണകൾ വീണു പോവാറുണ്ട്. അങ്ങനെ അവർ ശിർക്കിലും വിദേഹത്തിലും ചെന്ന് ചാടാറുണ്ട്. അവർ മനുഷ്യനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിശ്വാസങ്ങളും അതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തികളും തുടരാറുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നു. അതിൽ ഒരു ഇനം ഇതാണ്. ഈ സവിശേഷമായ ചില കഴിവുകൾ ഉണ്ട് എന്ന് ഖുർആനിലൂടെ തന്നെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള ഈ ജിന്ന് വർഗം കഴിവുള്ളവരാണെന്ന് മനസ്സിലാക്കി അവരിൽ ശരണം പ്രാപിക്കുക, അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നേർച്ചകളും പൂജകളും കാര്യങ്ങളും നിർവഹിക്കുക, അവരോട് രക്ഷ തേടുക, ഇങ്ങനെയുള്ള തെറ്റായ രീതികൾ നേരത്തെ തന്നെ മനുഷ്യന്മാർ തുടർന്നിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നുണ്ട്. സൂറ അൽ ജിന്നിൽ ഇതേ ജിന്ന്, ഇസ്ലാം സ്വീകരിച്ച ഈ ജിന്നുകൾ അവർക്കിടയിൽ സംഭവിച്ച ഈ തെറ്റായ ക്രമങ്ങളെ വിശദീകരിച്ചുകൊണ്ട് പറയുന്ന ഭാഗത്ത് ഇങ്ങനെ ഒരു സൂക്തമുണ്ട്. മനുഷ്യരിൽപ്പെട്ട ചില ആളുകൾ ജിന്നിൽപ്പെട്ട ചില ആളുകളോട് അഭയം തേടാറുണ്ട്, ശരണം തേടാറുണ്ട്.
അങ്ങനെ ചില പണികൾ ഈ മനുഷ്യന്മാരിൽപ്പെട്ട അന്തംകെട്ടവർ ചെയ്തതിനാൽ നമ്മുടെ കൂട്ടത്തിലെ ജിന്നുകൾക്ക് അഹന്ത വർദ്ധിച്ചിട്ടുണ്ട്. അഥവാ ജിന്ന് വർഗത്തിന് ചില കഴിവുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഈ മനുഷ്യന്മാരിൽപ്പെട്ട ചില വഴിപിഴച്ച കൂട്ടർ ജിന്നുകളോട് ശരണം തേടുക, അവരോട് പ്രാർത്ഥിക്കുക, അവരോട് അഭ്യർത്ഥിക്കുക, അവരെ പ്രീതിപ്പെടുത്താൻ നേർച്ചയും വഴിപാടും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഈ രീതി നേരത്തെ തന്നെ ഉണ്ട് എന്നാണ്. യഥാർത്ഥത്തിൽ അത് തെറ്റാണ്. അങ്ങനെ ഒരു സംഗതിയും സാധ്യമാവുകയില്ല. ഇത് മുഖേന സംഭവിച്ചത്, ആകെ കൂടി സംഭവിച്ചത് എന്താണ് എന്നും ഈ ജിന്നുകൾ പറയുന്നു. ഈ മനുഷ്യന്മാരിൽപ്പെട്ട ഈ കൂട്ടർ, ഇങ്ങനെ ചില ആളുകൾ ജിന്നുകളോട് അഭയം തേടുകയും രക്ഷ തേടുകയും ചെയ്തതിനാൽ നമ്മുടെ കൂട്ടത്തിലെ ജിന്നുകൾക്ക് തലക്കനം വർദ്ധിച്ചു, അവർക്ക് അഹന്ത വർദ്ധിച്ചു, അവർക്ക് കിബറ് കൂടി. അതല്ലാതെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ഇങ്ങനെ ഒരു അന്തക്കേട് മനുഷ്യന്മാർ ചെയ്യാറുണ്ട്. കാലങ്ങളായി നമുക്കറിയാം ഈ തെറ്റായ വിശ്വാസക്രമം നിലനിൽക്കുന്നുണ്ട്. ഇത് നല്ലൊരു ശതമാനം ഇസ്ലാമിക സമുദായത്തിന് പുറത്താണെങ്കിൽ മുസ്ലിം സമുദായത്തിനകത്തും ഇങ്ങനെ ഒരു ധാര ഉണ്ട് എന്ന കാര്യം സൂക്ഷ്മമായി നമുക്കകത്തുള്ള ഉൾപിരിവുകളെ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇബ്നു അബ്ബാസ് റഹിമഹുല്ല പറയുന്നു, ജാഹിലിയ്യ കാലത്ത് അറബികൾ ആൾ താമസമില്ലാത്ത ഒരു താഴ്വാരത്തിലോ പ്രദേശത്ത് ചെന്നാൽ അവിടെ രാത്രി തങ്ങേണ്ടി വന്നാൽ അവർ ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടത്രേ: ഈ സ്ഥലത്തിന്റെ ഉടയവനായ ജിന്നിൽ ഞാനിതാ അഭയം തേടുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചില്ല എങ്കിൽ ആ സ്ഥലത്തിന്റെ ഉടമസ്ഥനായ ജിന്ന് നമ്മെ ഉപദ്രവിച്ച് കളയുമെന്നും നമ്മുടെ കൂടെ യാത്രാ സമയത്ത് കൊണ്ടുപോകുന്ന സ്വത്തുവകകൾ നഷ്ടപ്പെടാമെന്നും കന്നുകാലികൾ നശിച്ചു പോകാമെന്നും ഒക്കെ അവർ തെറ്റായി ധരിച്ചത്. ഇത് ജാഹിലിയ്യ കാലത്തെ വിശ്വാസമാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാ ഒരു ഉദ്ധരണം ഇങ്ങനെ കൊടുത്തിരിക്കുന്നു: അഊദു ബിസയ്യിദി ഹാദൽ വാദി മിനൽ ജിൻ, ഈ താഴ്വാരത്തിന്റെ യജമാനനായ ജിന്നിൽ ഞാനിതാ രക്ഷ തേടുന്നു എന്ന്. അങ്ങനെ എന്റെ ധനവും എന്റെ സന്താനവും എന്റെ കാലികളും എന്നെയും രക്ഷപ്പെടുത്തണേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്നൊക്കെ. എനിക്ക് ഉപദ്രവം വരാതിരിക്കാൻ, എന്റെ മക്കൾക്ക് ഉപദ്രവം വരാതിരിക്കാൻ, എന്റെ സ്വത്തുക്കൾക്ക്, മാഷിയത്തെ കന്നുകാലികൾക്ക് ഉപദ്രവം വരാതിരിക്കാൻ ഒക്കെ ഞാനിതാ ഈ ജിന്നിനോട് അഭയം തേടുന്നു എന്നവർ പ്രാർത്ഥിക്കാറുണ്ട്. ഇത് ജാഹിലിയ്യത്തിലെ ഒരു തെറ്റായ ശിർക്കൻ ചിന്താഗതിയാണ്, അന്ധവിശ്വാസമാണ്. ഇത് യഥാർത്ഥത്തിൽ തന്നെ അനിസ്ലാമികമാണ്. രക്ഷ തേടേണ്ടത് അള്ളാഹുവിനോടാണെന്ന കാര്യം നമുക്കറിയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഫസ്തഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, നീ ശപിക്കപ്പെട്ട പിശാചിനോടാണ് രക്ഷ തേടേണ്ടത്. അവൻ നിന്നെ നശിപ്പിക്കാതിരിക്കാൻ, വഴിതെറ്റിക്കാതിരിക്കാൻ, നിങ്ങൾ ദുർബോധനങ്ങൾ ചെയ്യിക്കാതിരിക്കാൻ, അള്ളാഹുവിന്റെ കൽപ്പനയെ ധിക്കരിക്കാൻ നിന്നെ പ്രേരിപ്പിക്കാതിരിക്കാൻ, അതിന് രക്ഷ തേടണം എന്ന് അത്രേ ഇസ്ലാം പഠിപ്പിച്ചുള്ളൂ. അതിനപ്പുറത്ത് ഒഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ ജിന്നിന്റേതാണെന്ന വിശ്വാസം ഇസ്ലാം നിരാകരിക്കുകയാണ്. അതുകൊണ്ട് ഈ തെറ്റായ രീതിയെ കുറിച്ച് ഈ ജിന്നുകളുടെ ഭാഷയിൽ അവർ സംസാരത്തിലൂടെ തന്നെ അല്ല പഠിപ്പിക്കുക. മനുഷ്യന്മാരിൽ ചില ആളുകൾ ജിന്നിൽപ്പെട്ട ചില ആളുകളോട് രക്ഷ തേടാറുണ്ട്. അത് മുഖേന ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, മറിച്ച് ഈ ജിന്നുകൾക്ക് തലക്കനം വർദ്ധിച്ചു, അഹങ്കാരം വർദ്ധിച്ചു എന്ന് മാത്രമാണ് എന്നാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുത, രസകരമായ ഒരു വസ്തുത, നമ്മുടെ ഇക്കാലത്തും ഇങ്ങനെ ചില വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നു. പുതിയ കാലഘട്ടത്തിൽ സമുദായത്തിനകത്ത് ഉണ്ടായി വന്ന ജിന്ന് വിവാദത്തിൽ യാഥാസ്ഥികരോ അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിന്റെ അപ്പോസ്തലന്മാരോ അല്ല പ്രതികൾ എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പരിഷ്കരണവാദത്തിലൂടെ കടന്നു വന്ന് സമുദായത്തിനകത്ത് അന്ധവിശ്വാസങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ പണിയെടുത്ത ആളുകൾ തന്നെ പിൽക്കാലത്ത്, പഴയ കാലത്ത് അവർ ഏതൊരു അന്ധവിശ്വാസത്തിൽ നിന്നാണോ ഈ സമുദായത്തെ മോചിപ്പിക്കാൻ ശ്രമിച്ചത്, അന്നവർ സമൂഹത്തെ ധരിപ്പിച്ച അതേ തെറ്റെന്ന് പഠിപ്പിച്ച അന്ധവിശ്വാസങ്ങളെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് അതിനുവേണ്ടി ശക്തമായി വാദിക്കുകയും അതിന്റെ പേരിൽ കൾട്ടുകളെ പോലെ ഇനം തിരിഞ്ഞ് അങ്ങനെ മാറി നിൽക്കുകയും ചെയ്യുന്നു എന്നതാണ് രസകരമായ വസ്തുത. അവർ പഠിപ്പിക്കുന്ന ഒരു വാദം ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ ജിന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് ഇത്രത്തോളം അന്തം കേട്ട വർത്തമാനങ്ങൾ വരെ കേൾക്കേണ്ടി വരുന്നു നമുക്ക്. നിങ്ങൾ അലമാരയുടെ വലിപ്പ് വലിച്ചാൽ, അതുപോലെ നിങ്ങളുടെ മേശയുടെ ഡ്രോയിങ് വലിച്ചെടുത്താൽ, അത് തിരിച്ച് അടക്കുമ്പോൾ ജിന്നേ പോ എന്ന് പറഞ്ഞ് 2-3 വർഷം കൈ കൊണ്ട് ആട്ടിയിട്ടേ അടക്കാവൂ. ഇല്ലെങ്കിൽ ഈ വലിപ്പ് അടക്കുമ്പോൾ ജിന്ന് അതിൽപ്പെട്ട് കുടുങ്ങിപ്പോകുമെന്ന് ഉമ്മമാരോട് അവർ ഉപദേശിച്ചു. നിങ്ങൾ ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്ത് തിളപ്പിച്ച വെള്ളം പുറത്തേക്ക് ഒഴിക്കേണ്ടി വന്നാൽ, നമ്മൾ മരച്ചീനിയൊക്കെ വേവിച്ച് തിളപ്പിച്ച വെള്ളം പുറത്തേക്ക് ഒഴിക്കേണ്ടി വരുമല്ലോ, അങ്ങനെ ഒഴിക്കുമ്പോൾ ഒഴിക്കുന്നിടത്ത് അത് ജിന്നേ പോ എന്ന് കയ്യും കാലൊക്കെ ഒന്ന് ആട്ടിയിട്ട് അവനങ്ങ് മാറ്റിയിട്ടേ ഒഴിക്കാവൂ. ഇല്ലെങ്കിൽ അവന്റെ തലയിലൂടെ ഈ ചുടുവെള്ളം വീണുപോയാൽ അവനാകെ കുടുങ്ങിപ്പോകുമെന്നാണ്.
റൂമിനകത്ത് നിങ്ങൾ ക്രമീകരണങ്ങൾ നടത്തുമ്പോൾ കട്ടിൽ നീക്കുകയോ അങ്ങോട്ട് ചേർക്കുകയോ ചെയ്യുമ്പോൾ അപ്പോഴും ശ്രദ്ധിക്കണം. പെടുന്നനെ അങ്ങ് നിങ്ങൾ കിടക്കുന്ന കട്ടിലങ്ങ് ചേർത്ത് വെച്ചാൽ ഈ കട്ടിലിനും ചുമരിനുമിടയിൽ ജിന്ന് കുടുങ്ങിപ്പോയേക്കാം. അതുകൊണ്ട് ജിന്നേപ്പോ എന്ന് പറഞ്ഞൊന്ന് ബഹളം വെച്ചിട്ട് വേണം ഈ പണി ചെയ്യാൻ എന്നൊക്കെ പുതിയ കാലത്തെ വർത്തമാനം. ഇത്രയും തെറ്റായ വഴിയിൽ നമ്മൾ എത്തിപ്പെട്ടു പോയതിന്റെ പിന്നിലെ അന്തക്കേട് ആലോചിച്ച് നാണിക്കുകയല്ലാതെ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? അപ്പൊ പഴയ കാലം മുതലേ ഇങ്ങനെ ഒരു തെറ്റായ വിശ്വാസമുണ്ട്. ഇസ്ലാം അതിനെ അംഗീകരിക്കുന്നില്ല. അവർ അവരുടെ ഒരു ലോകത്താണ്. നമ്മുമായി ബന്ധപ്പെടുന്ന പ്രശ്നമേ ഇല്ല. നമുക്കവരെ അറിയുകയില്ല, നമുക്ക് കാണാനും കഴിയില്ല. അത് നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല. നാം സ്വതന്ത്രമായ ഒരു അസ്തിത്വമുള്ള കൂട്ടർ, അവരും സ്വതന്ത്രമായ ഒരു അസ്തിത്വമുള്ള കൂട്ടർ. ഒഴിഞ്ഞ സ്ഥലങ്ങളും അങ്ങനെ നമ്മുടെ വീട്ടകത്തെ റൂമും നമ്മുടെ മേശവലിപ്പിനകവും വരെ അവരുടേതാണെന്ന് പഠിപ്പിക്കാൻ മാത്രം അന്തക്കേട് എന്തായിരുന്നാലും ജാഹിലിയത്തിലെ അറബികൾക്കുണ്ടായിരുന്നില്ല. അവർ ഒഴിഞ്ഞ താഴ്വാരത്തിൽ ചെല്ലുമ്പോഴാണ് ജിന്നുകളോട് അഭയം തേടിയത് എങ്കിൽ ജനവാസമുള്ള വീട്ടകത്തെ മേശയുടെ വലിപ്പിനകത്ത് വരെ കുത്തിയിരിക്കാൻ മാത്രം ജിന്നുകൾ അത്രമേൽ ശല്യക്കാരാണെന്ന് പ്രചരിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പുതിയ കാലഘട്ടത്തിൽ വെളിച്ചം വന്നിട്ടും നാം എത്തിപ്പെട്ടു എങ്കിൽ അത് വല്ലാത്തൊരു ദുരന്തം തന്നെയാണ്. ഈ അപഹാസ്യതയാണ് പുതിയ കാലഘട്ടത്തിൽ നാം പഠിക്കേണ്ടത് വിനയപുരസ്സരം ഓർമ്മപ്പെടുത്തുകയാണ്. ഇതുപോലെ തന്നെ ജിന്നുകളുമായി ബന്ധപ്പെട്ട് രണ്ടാമത് സമൂഹത്തിനകത്ത് നിലകൊള്ളുന്ന കാലാകാലങ്ങളായുള്ള തെറ്റായ ഒരു അന്ധവിശ്വാസത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നു. ജിന്നുകൾക്ക് അദൃശ്യം അറിയും എന്ന് നമ്മുടെ സമൂഹത്തിൽ പഠിപ്പിക്കപ്പെടാറുണ്ട്. ജിന്നുകൾക്ക് അദൃശ്യം അറിയാം. ഇസ്ലാം അതിനെ നിരാകരിക്കുന്നു. അവർക്ക് ഒരു അദൃശ്യവും അറിയില്ല. അദൃശ്യം നമുക്കറിയാത്തതുപോലെ അവർക്കും അറിയില്ല. അങ്ങനെ ഒരു കഴിവ് അല്ലാഹു അവർക്ക് കൊടുത്തിട്ടേയില്ല. അതുകൊണ്ട് അവർക്ക് അദൃശ്യം അറിയാവുന്ന നിലക്ക് അവരെ സ്വാധീനിച്ച്, അവരെ മയപ്പെടുത്തി, അവരെ മെരുക്കിയെടുത്ത്, അവരെ പിടുത്തത്തിൽ നിർത്തി അവര് മുഖേന അദൃശ്യ കാര്യങ്ങൾ നേടിയെടുക്കാം എന്നത് ജാഹിലിയ്യക്കാരുടെ ജ്യോത്സ്യന്മാരുടെ പ്രഖ്യാപനമായിരുന്നു. ഇന്നും ജ്യോത്സ്യന്മാർ അങ്ങനെ ചില സേവകൾ നടത്താറുണ്ട്. എന്നാൽ അവർക്ക് അദൃശ്യം അറിയില്ല എന്ന് ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നത് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മരണവുമായി ബന്ധപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം ചരിത്രവും ജിന്നും തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന കാര്യം നിങ്ങൾ അറിയണം. സുലൈമാൻ അലൈഹിസ്സലാം മരണത്തെ കുറിച്ച് ചരിത്രം പറയുന്നത് അദ്ദേഹം ഒരു വടി ഊന്നി നിൽക്കുകയോ അല്ലെങ്കിൽ വടി ഊന്നി ഇരിക്കുകയോ ചെയ്യുന്ന അവസ്ഥയിലാണ് മരിച്ചത് എന്നാണ്. അങ്ങനെ മനസ്സിലാക്കാനാണ് ഖുർആനിക ആയത്ത് നമ്മെ സഹായിക്കുന്നത്. അദ്ദേഹം ഒന്നുകിൽ ഇരുന്ന് വടി ഊന്നി ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വടി ഊന്നി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം മരിച്ചത്. ആ സന്ദർഭത്തെ കുറിച്ച് ഖുർആൻ പറയുന്നു, ഫലമ്മാ ഖലൈനൽ മൗത, സൂറ സബഅ് 14ാമത് സൂക്തം. ഫലമ്മാ ഖലൈനൽ മൗത, സുലൈമാൻ അലൈഹിസ്സലാമിന്റെ മരണത്തിന്റെ വിധി നാം നടപ്പാക്കിയപ്പോൾ, സുലൈമാൻ അലൈഹിസ്സലാമെ മരിപ്പിച്ചപ്പോൾ എന്നർത്ഥം. മാ ദല്ലഹും അലാ മൗതിഹി, അദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ച യാതൊരു വസ്തുതയും ഈ ജിന്നുകളെ ആരും അറിയിച്ചില്ല. ജിന്നുകൾ അദ്ദേഹത്തിന്റെ സേവകരായി കൂടെയുണ്ട്. പക്ഷേ അദ്ദേഹം മരിച്ചു എന്ന വിവരം മാ ദല്ലഹും അലാ മൗതിഹി, അദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ച് ഈ ജിന്നുകളെ ആരും തന്നെ അറിയിച്ചില്ല. ഇല്ലാ ദാബത്തുൽ അർളി തഅകുലു മിൻ സഅതഹു, അദ്ദേഹത്തിന്റെ വടി തിന്നുകൊണ്ടിരുന്ന ചിതലുകളല്ലാതെ. ഫലമ്മാ ഖറ തബയ്യനത്തുൽ ജിൻ, അങ്ങനെ സുലൈമാൻ അലൈഹിസ്സലാം നിലം പതിച്ചപ്പോൾ ഈ ജിന്നുകൾക്ക് വ്യക്തമായി അല്ലൗ കാനൂ യഅലമൂനൽ ഗൈബ, തങ്ങൾക്ക് അതിഭൗതിക രഹസ്യങ്ങൾ അദൃശ്യകാര്യങ്ങൾ അറിയുമായിരുന്നു എങ്കിൽ മാ ലബിസൂ ഫിൽ അസാബിൽ മുഹീൻ, നിന്ദ്യമായ ഹീനമായ ഈ ശിക്ഷയിൽ ഞങ്ങൾ അകപ്പെടുമായിരുന്നില്ല എന്ന്. സുലൈമാൻ അലൈഹിസ്സലാം ഇരിക്കുന്നു ഒരു വടി ഊന്നിയിട്ട്, അല്ലെങ്കിൽ നിൽക്കുന്നു ഒരു വടി ഊന്നിയിട്ട്, ആ ഒരു അവസ്ഥയിൽ അദ്ദേഹം മരിച്ചു. അതുകൊണ്ട് ഈ വടി ഊന്നി ഈ മയ്യത്ത് ജനാസ അങ്ങനെ തന്നെ നിൽക്കുകയാണ് അല്ലെങ്കിൽ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് സേവനം ചെയ്യുന്ന ജിന്നുകൾക്ക് മനസ്സിലായില്ല ഞങ്ങളുടെ യജമാനൻ മരിച്ചിരിക്കുന്നു എന്ന്. അവർ അദ്ദേഹത്തിന്റെ സേവനം തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഊന്നിയ ഈ വടിയിലൂടെ മണ്ണിൽ ചിതല് കയറി അതിന്റെ അകക്കാമ്പ് തീർത്തു. അങ്ങനെ തീർന്നപ്പോൾ ഈ വടിയുടെ ബലം നഷ്ടപ്പെട്ടു. ഒരു ഘട്ടത്തിൽ സുലൈമാൻ അലൈഹിസ്സലാമ മരിഞ്ഞു വീണു, അഥവാ ജനാസ മരിഞ്ഞു വീണു. അപ്പോഴാണ് ജിന്നുകൾക്ക് മനസ്സിലായത് ഞങ്ങൾ എത്ര നിസ്സാരരാണ്. ഞങ്ങൾക്ക് അദൃശ്യകാര്യം അറിയുമായിരുന്നു എങ്കിൽ ഞങ്ങളുടെ യജമാനൻ മരിച്ച അല്ലെങ്കിൽ ഇന്ന നിമിഷം മരിക്കുമെന്ന വിവരമെങ്കിലും അറിയാൻ കഴിയുമായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഈ നിസ്സാരരായ ചിതൽ ഈ വടി നിന്ന് തകർത്ത് കളഞ്ഞപ്പോൾ മാത്രമാണല്ലോ ഞങ്ങൾ ഇത്രയും നാൾ സേവിച്ചു കൊണ്ടിരുന്ന യജമാനൻ മരിച്ചുപോയി എന്ന വിവരം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്ന് അവർ വിലപിക്കുന്നതാണ് ഈ രംഗം. ഇത് കൃത്യമായൊരു അറിവാണ്. അവർക്ക് അദൃശ്യകാര്യം അറിയില്ലെന്ന് നമ്മെ പഠിപ്പിക്കുന്നത് സുലൈമാൻ അലൈഹിസ്സലാമക്ക് അല്ലാഹു വിധേയപ്പെടുത്തി കൊടുത്ത സവിശേഷമായ കഴിവുള്ള ജിന്നുകളുടെ അതേ അവസ്ഥയിൽ അവരുടെ സേവനത്തിന്റെ വഴിയെ തന്നെയാണ്. ഇതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന പാഠം. അല്ലൗ കാനൂ യഅലമൂനൽ ഗൈബ, ആ ജിന്നുകൾ അപ്പോൾ പ്രതികരിച്ചത് ഇങ്ങനെയാണ്.
അദൃശ്യകാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയുമായിരുന്നു എങ്കിൽ ഞങ്ങൾ ഈ നിന്ദ്യമായ അവസ്ഥയിൽ, ഈ ശിക്ഷയിൽ പെടുമായിരുന്നില്ല. എന്താണ് നിന്ദ്യമായ ശിക്ഷ? യജമാനൻ മരിച്ചു കഴിഞ്ഞിരിക്കാം, സേവകരായ ആളുകൾ സാധാരണ പോലെ സേവനം ചെയ്ത് ഓടി നടക്കാം. ഇത് യഥാർത്ഥത്തിൽ ഒരു വല്ലാത്ത ശിക്ഷ തന്നെയാണ്, ഒരു നാണംകെട്ട ശിക്ഷ എന്ന് വേണമെങ്കിൽ പറയാം. ഹീനമായ ശിക്ഷ, അദാബുൽ മുഹീൻ എന്നാണ് ഖുർആൻ അതിനെ വിശേഷിപ്പിച്ചത്. അപ്പൊ ഇങ്ങനത്തെ ഒരു നാണക്കേട് ഞങ്ങൾ പെട്ടുപോയത് ഞങ്ങൾക്ക് അദൃശ്യമറിയാത്തത് കൊണ്ടാണ്, അഭൗമികമായ ജ്ഞാനം അറിയാത്തത് കൊണ്ടാണ് എന്ന് അവർ പറയുന്നു. എങ്കിൽ അവരിലൂടെ തന്നെ അല്ല പഠിപ്പിക്കുന്നു ജിന്നുകൾക്ക് അദൃശ്യ കാര്യങ്ങൾ അറിയില്ല എന്ന്. അദൃശ്യ കാര്യങ്ങൾ അവർക്ക് അറിയും എന്ന് വിശ്വസിച്ചുകൊണ്ട് അവരെ ഉപയോഗപ്പെടുത്താനും അവരെ പൂജിക്കാനും തൃപ്തിപ്പെടുത്താനും അവർക്ക് സേവനം ചെയ്യാനും അവരെ മെരിക്കാനും മെരുക്കി കാര്യങ്ങൾ നേടാനും ഒക്കെയുള്ള ശ്രമങ്ങൾ എക്കാലത്തും തെറ്റായ വഴിയെ ഉണ്ടാവാറുണ്ട് എന്ന യാഥാർത്ഥ്യവും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പൊ അവർക്ക് അദൃശ്യം അറിയില്ല, നമുക്ക് അദൃശ്യം അറിയില്ല, അവർക്കും അറിയില്ല. ഇത് സവിശേഷമായി ഖുർആൻ പഠിപ്പിക്കുന്ന, നമുക്കിടയിൽ മനുഷ്യന് നൽകുന്ന തെറ്റിദ്ധാരണയെ കൂടി ഇല്ലാതാക്കിക്കൊണ്ട് പഠിപ്പിക്കുന്ന സുലൈമാൻ അലൈഹിസ്സലാമയുമായി ബന്ധപ്പെട്ട പാഠമാണ്. മൂന്നാമത് ഒരു തെറ്റിദ്ധാരണ, അവർക്ക് എവിടെയും കയറിച്ചെല്ലാം, ഉപരിലോകത്തേക്കും കയറാം, ആകാശ ലോകത്തേക്കും കയറാം, അങ്ങനെ അള്ളാഹുവിന്റെ സിംഹാസനത്തിന് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങൾ കേൾക്കാം, അവിടുന്ന് പലതും നേടി വരാം. അങ്ങനെയുള്ള ചില സ്വാതന്ത്ര്യം അവർക്കുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ ഉപയോഗപ്പെടുത്തി ഭാവി അറിയാം, വരും വരായികകൾ അറിയാം, നാളെ എന്ത് നടക്കുമെന്ന കാര്യം അറിയാം. അതുകൊണ്ട് ജിന്നുകളെ സേവിച്ച് ജിന്നു സേവ, ആ ജിന്നു സേവയിലൂടെ ഇങ്ങനെ ചില അറിവുകൾ ഞങ്ങൾക്ക് നേടാൻ കഴിയുമെന്ന് ജാഹിലിയത്തിലെ കാഹിനാത്ത്, ജ്യോത്സ്യന്മാർ പറയാറുണ്ടായിരുന്നു എന്നാണ്. ആ തെറ്റിദ്ധാരണയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറ അൽ ഹിജ്റിൽ പഠിപ്പിക്കുന്നു, വലഖദ് ജഅൽനാ ഫിസ് സമാഇ ബുറൂജ, നാം ആകാശത്തെ ഭദ്രമായ കോട്ടകളാക്കിയാണ് നിർത്തിയിരിക്കുന്നത്. പ്രത്യക്ഷത്തിൽ നോക്കുന്നവന് അത് നല്ല അലങ്കാരമുള്ള കൗതുകമായ ഒന്നായിട്ട് തോന്നും, നിങ്ങൾക്ക് അങ്ങനെ തോന്നും, പക്ഷേ അതൊരു കോട്ട പോലെയാണ്. ശപിക്കപ്പെട്ട എല്ലാ ചെകുത്താന്മാരിൽ നിന്നും നാം ആകാശ ലോകത്തെ, അള്ളാഹുവിന്റെ സിംഹാസനവും അവിടുത്തെ വിജ്ഞാനീയങ്ങളും ആ മേഖലയെ സംരക്ഷിക്കുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശം. ഇനി ആരെങ്കിലും അവിടെ വന്ന് നടക്കുന്ന വർത്തമാനങ്ങളും വിജ്ഞാനങ്ങളും കട്ടെടുക്കാനോ കട്ടുകേൾക്കാനോ ശ്രമിച്ചാൽ കഠിനമായ തീജ്വാല അവനെ പിന്തുടരുകയും അവനെ നശിപ്പിക്കുകയും ചെയ്യുമെന്ന് സൂറ അൽ ഹിജ്റിൽ. സൂറ അൽ മുൽക്കിൽ വലഖദ് സയ്യന്ന സമാഅ ദുനിയാ ബിമസാബിഹ, ഭൂമിയോട് തൊട്ടു നിൽക്കുന്ന ഉപരി ആകാശത്തെ ദീപങ്ങൾ കൊണ്ട്, നക്ഷത്രങ്ങൾ കൊണ്ട് നാം അലങ്കരിച്ചിരിക്കുന്നു. ഈ നക്ഷത്രങ്ങൾ കേവലം നക്ഷത്രങ്ങൾ മാത്രമല്ല, അത് ചെകുത്താന്മാരെ എറിഞ്ഞ് ഓടിക്കുന്ന ഉപകരണങ്ങൾ കൂടിയാണ്. അത്തരം വേണ്ടാധീനങ്ങൾ കാണിക്കുന്നവർക്ക് നരകശിക്ഷയാണ് നാം ഒരുക്കി വെച്ചിരിക്കുന്നത് ഖുർആൻ പറയുന്നത്. അപ്പോ ധൂമകേതുക്കളായി, ഉൽക്കാവർഷങ്ങളായി, അതുപോലെ തന്നെ കോസ്മിക് റൈസ് എന്നിങ്ങനെ രശ്മികളായിട്ടൊക്കെ പുറത്തേക്ക് വമിക്കുന്ന ഇത് അത്തരത്തിലുള്ള ക്ഷുദ്ര പ്രവർത്തികൾ ചെയ്യുന്നവരെ തകർക്കുന്നതാണ് എന്നും വലിയ അളവിൽ ഇത് വർഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നും, ലക്ഷം കോടിയോളമൊക്കെ, 1-2 ലക്ഷം കോടിയോളമൊക്കെ വർഷം നടക്കുന്നു എന്നും, അതിൽ 2 ലക്ഷമോ മറ്റോ ആണത്രേ ഭൂമിയുടെ ഉപരിലോകത്തേക്ക് പ്രവേശിക്കുന്നത് എന്നും, ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നും, അതിൽ തന്നെ വല്ലപ്പോഴും 1-2 ഒക്കെയാണ് ഭൂമിയിൽ പതിക്കുക എന്നും ഇതുമായി ബന്ധപ്പെട്ട സയൻസ് പഠനങ്ങൾ വേറെയുമുണ്ട്. എന്തായിരുന്നാലും അത്തരത്തിലുള്ള ഈ ഉൽക്കാവർഷവും അതുപോലെ തന്നെ ധൂമകേതുക്കളും ഈ കിരണങ്ങളും ഒക്കെ ഇങ്ങനെ ഒരു സംഗതി കൂടിയാണ് എന്നും, അതുകൊണ്ട് ആർക്കും അവിടേക്ക് കയറി ചെല്ലാൻ കഴിയില്ല എന്നും വളരെ കൃത്യമായി ഖുർആൻ ഉത്ബോധിപ്പിക്കുന്നു. സൂറ ജിന്നിൽ 9-ാമത് സൂക്തം, ഈ ജിന്നുകൾ തന്നെ പറയുകയാണ്, ഞങ്ങൾ ആകാശത്തെ നിരീക്ഷിച്ചു, ആകാശത്ത് അന്വേഷണം നടത്തി. അപ്പോൾ അവിടെ ബലിഷ്ഠഗായകരായ കാവൽക്കാരെ നിർത്തിയിരിക്കുന്നു അല്ലാഹ്. അവരുടെയൊക്കെ കയ്യിൽ വളരെ കൃത്യമായ തീജ്വാലയും തീപന്തങ്ങളും ഏൽപ്പിച്ചിരിക്കുന്നു. കട്ടുകേൾക്കാൻ, അവിടുത്തെ വിവരങ്ങളെ കട്ടുകേൾക്കാൻ കഴിയുന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒരു ശീലം നമ്മിൽപ്പെട്ട ചില ആളുകൾക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവസ്ഥ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ആരെങ്കിലും അങ്ങനെ അവിടുത്തെ വിവരങ്ങളെ അങ്ങ് കട്ടുകേൾക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അഗ്നിജോലകൾ അവനെ വന്ന് നശിപ്പിച്ചു കളയും, അതവൻ അനുഭവിക്കേണ്ടി വരും, കാണേണ്ടി വരും എന്നും അവിടുത്തെ അവസ്ഥയെ കുറിച്ച് ജിന്നുകൾ വിശദീകരിച്ചു സൂറ ജിന്നിൽ. അപ്പോ ഉപരിലോകത്ത് സഞ്ചരിക്കാം, അവിടെ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാം, അങ്ങനെ ഭാവി അറിയാം, ഭാവി ഭാഗതയം അറിയാമെന്നൊക്കെ ജാഹിലിയ കാലം മുതലേ ജ്യോത്സ്യന്മാർ,
തുറന്നിരുന്ന ആ വിവരത്തിന്റെ തെറ്റിനെ അടിസ്ഥാനപരമായി തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് കൃത്യമായ അറിവും വിശ്വാസവും നമ്മെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ഇന്നും നമുക്കിടയിൽ ഈ ചിന്താഗതി നിലനിൽക്കുകയാണ്. ജിന്നു സേവ അത് പതിവാക്കിയിട്ടുള്ള ഉസ്താദുമാർ, അത് ശീലമാക്കിയ ആളുകൾ, അതിൽ പ്രഗത്ഭരാണെന്ന് പേരെടുത്ത് PhD ഉണ്ടെന്ന് പറയാൻ മാത്രം ധൈര്യം കാണിക്കുന്നവർ, ഇതൊക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. മറുസമൂഹത്തിൽ കുട്ടിച്ചാത്തൻ സേവ എന്ന ഒന്ന് കേട്ടിട്ടുണ്ട്. അതിന്റെയും ഉദ്ദേശം ഇത് തന്നെ. അത് ഇസ്ലാമിന്റെ ആൾക്കാരാ ചേക്കുട്ടിപ്പാപ്പ സേവ എന്നൊരു ഇസ്ലാം പേര് കൊടുത്തിട്ടുണ്ടാവാം. ഇത്രേ വ്യത്യാസമുള്ളൂ. ഈ തെറ്റിദ്ധാരണകൾ ആ ജ്യോത്സ്യന്മാർ, ജാഹിലിയത്തിലെ ജ്യോത്സ്യന്മാർ പ്രചരിപ്പിച്ച ആ പ്രചാരണങ്ങളെ ഇത്രയും കൃത്യമായി വിവിധ സൂറകളിലൂടെ ഇസ്ലാം തകർത്തെറിഞ്ഞിട്ടും ഇതിന്റെയൊക്കെ പിന്നാലെ നിസ്കാരത്തഴമുള്ളവർ പോകാൻ തുടങ്ങിയാൽ ഈ സമുദായം വളരുകയാണോ അതോ തളരുകയാണോ എന്ന് വിനയപുരസ്സരം ചിന്തിക്കണം. അപ്പൊ നമ്മുടെ വിശ്വാസം ഖുർആനിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം, പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഗൈബിയായ അഭൗമികമായ ഇത്തരം വിജ്ഞാനങ്ങളിൽ ആരുടെയും ജൽപ്പനങ്ങൾക്ക് നാം മുഖം കൊടുക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നിനെ സേവനത്തിനായി നിശ്ചയിച്ചു കൊടുത്തത് ഒരേ ഒരു പ്രവാചകന് മാത്രമാണ്, ഹസ്രത്ത് സുലൈമാൻ അലൈഹിസ്സലാമക്ക് മാത്രം. അതിനപ്പുറത്ത് റസൂലുള്ളാഹിക്ക് പോലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ അവസരം അല്ലാഹു നൽകിയിട്ടില്ല. അദ്ദേഹം പോലും ജിന്നുകളെ കണ്ടില്ല. അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണം കേട്ട് അവർ ഇസ്ലാം സ്വീകരിച്ച കാര്യം അല്ലാഹ് വഹിയായി അറിയിച്ചു കൊടുക്കുകയാണ്. ഇത്രയും കൃത്യമാണ് എന്നിരിക്കെ സുലൈമാൻ അലൈഹിസ്സലാമക്ക് അള്ളാഹു നൽകിയ അമാനുഷിക ദൃഷ്ടാന്തമായ ഈ ജിന്നുകളെ സേവനത്തിന് നിയോഗിച്ചു കൊടുത്ത ആ ഔദാര്യം അത് ഖുർആൻ പഠിപ്പിക്കുന്നതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട ഇത്രയും പ്രാമാണികമായ വിജ്ഞാനീയങ്ങളെ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ കൃത്യമായ ഉറപ്പ് യഖീൻ നമുക്കുണ്ടാവണം. ഇനി ഇവിടെ നിന്ന് തെറ്റിയിട്ട് ഈ സമുദായം എത്തിപ്പെട്ടു പോയ അവസ്ഥ ചില ഹദീസിന്റെ ബലത്തിലാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജിന്നുബാധ ഒഴിപ്പിക്കൽ തുടങ്ങി സകല വൃത്തികളും ഇന്ന് സമുദായത്തിനകത്ത് ഉണ്ടായി വന്നതും അതിന്റെ പേരിൽ സംഘടനകൾ പിളർപ്പിലേക്ക് എത്തിപ്പെട്ടതും വാദകോലാഹലം നടന്നതുമൊക്കെ നാം മനസ്സിലാക്കേണ്ടതും. അത്തരം ചില ഹദീസ് ശകലങ്ങൾ കൂടി വിശകലന വിധേയമാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മുടെ ആളുകൾ ഇസ്ലാമികമായ വിജ്ഞാനീയങ്ങൾ പഠിച്ച് ഖുർആനിൽ നിന്നും പ്രാമാണയോഗ്യമായ ഹദീസിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുന്നതിന് പകരം വൈജ്ഞാനിക തലം ഏറെ വികസിച്ചപ്പോൾ നാം അന്ധവിശ്വാസത്തിന്റെ പിറകെ തന്നെയാണ് പോകുന്നത്. പഴയ അന്ധവിശ്വാസങ്ങൾ ആധുനിക രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ ജാഹിലിയ അറബികളുടെ വിശ്വാസം തന്നെയാണ് ഇസ്ലാമിന്റെ ആളുകളായിട്ട് നമ്മിൽ പലരും കൊണ്ടു നടക്കുന്നത്. ഇതെല്ലാം യഥാർത്ഥത്തിൽ നമ്മുടെ ഇസ്ലാമിനെ പൊടിക്കുന്നതാണ്, നമ്മുടെ നരകം വില കൊടുത്ത് വാങ്ങാൻ മാത്രം സഹായിക്കുന്നതാണ്. അതുകൊണ്ട് ഈ വിഷയകമായ ഖുർആനിന്റെ പ്രമാണങ്ങളെ പഠിക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കണം. ഇതിനപ്പുറത്ത് ജിന്ന് വർഗത്തിൽപ്പെട്ട ശൈത്താനുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഖുർആനിൽ പിന്നീട് പരാമർശങ്ങൾ ധാരാളമായിട്ട് അതിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ശൈത്താന്റെ വരയിൽപ്പെട്ടു പോകാൻ പാടില്ല. നിങ്ങൾ ഒരിക്കലും ശൈത്താന്റെ കാലടിപ്പാടുകളെ പിന്തുടരാൻ പാടില്ല. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, അവൻ നിങ്ങളുടെ വർഗശത്രുവാണ്. ആ ശൈത്താന്റെ വരയിൽപ്പെട്ട ജിന്നിൽപ്പെട്ട ശൈത്താന്മാരും മനുഷ്യരിൽപ്പെട്ട ശൈത്താന്മാരുമുണ്ട്. അവർ വിവിധ രീതിയിൽ നിങ്ങളെ സ്വാധീനിക്കും, വഴിതെറ്റിക്കും എന്നിങ്ങനെയുള്ള അത്തരം വിജ്ഞാനീയങ്ങൾ വിശാലമായ അളവിൽ വേറെയാണ് പിന്നീട് ഇസ്ലാം ഖുർആനിലുള്ളത്. നസ്സായി പ്രാമാണികമായി ജിന്നുവർഗവുമായി ബന്ധപ്പെട്ട് ഇത്രയും അറിവുകളാണ് ഖുർആൻ നമുക്ക് നൽകുന്നത് എന്ന് മനസ്സിലാക്കണം. എന്തായിരുന്നാലും ഈ വിജ്ഞാനീയങ്ങൾ ഒരു വെറും അറിവല്ല, ഇത് മനുഷ്യന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ അറിവാണ്. അള്ളാഹുവിന്റെ വിശ്വാസം അള്ളാഹു പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കണം. എങ്കിലേ ഈമാൻ യഖീനായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് നാം മനസ്സിലാക്കണം. അത്തരത്തിലുള്ള ശ്രമങ്ങളും പഠനങ്ങളുമായി മുന്നോട്ട് പോകാനും വിശ്വാസം കാത്തുരക്ഷിക്കാനും അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين. أيها الناس أوصيكم ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم ارض عن الخلفاء الراشدين وأمراء المرشدين عن أبي بكر الصديق وعمر بن الخطاب وعثمان بن عفان وعلي بن أبي طالب وعم نبيك حمزة والعباس وبقية الصحابة والقرابة والتابعين كلهم أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين
والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين اللهم أعز الإسلام والمسلمين وأذل الظلم والظالمين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك.